റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി യു ഷറഫ് അലി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. നിലമ്പൂരിൽ CPM ഓഫീസിലെത്തി പ്രവർത്തകരും നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി യു ഷറഫ് അലി. നിലമ്പൂരിൽ LDFന് അനുകൂല സാഹചര്യമെന്ന് യു ഷറഫ് അലി നിലമ്പൂർ CPM ഓഫീസിൽ A+ വിഷനോട് പറഞ്ഞു. കായിക മേഖലക്കുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണാന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കായിക താരത്തെ ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അത് വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്, നിലമ്പൂർ എന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് തന്നെ കായിക താരമായ എന്നെ പരിഗണിച്ചു എന്നുള്ളത്. മൂന്നാമതായിട്ട്, ഏറ്റവും കൂടുതൽ വികസനം നടന്ന കുറച്ച് മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഒന്നായിട്ട് മാറും നിലമ്പൂർ. കഴിഞ്ഞ 10 വർഷമായിട്ട് സഖാവ് പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. ആ മണ്ഡലത്തിലേക്ക് തന്നെ പരിഗണിച്ചു. കായിക താരം എന്നുള്ളത് മാറ്റിവെച്ചാൽ പൊതു പ്രവർത്തന രംഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള പരിചയം, പിന്നെ ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ സാധാരണക്കാരെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. സർക്കാർ സർവീസിലായതുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലില്ല എന്നേ ഉള്ളൂ. പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്നും നിലനിർത്തി പോന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും വോട്ട് തേടുക. സംസ്ഥാനത്ത് വികസന മുന്നേറ്റമുണ്ടായ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. തന്റെ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും തെരഞ്ഞെടുപ്പിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കും. PV അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടുകൾ ഇക്കുറി LDFന് അനുകൂലമാകും. കായിക രംഗത്ത് നിലമ്പൂരിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കും. ഇക്കുറി വിജയം ഉറപ്പാണെന്നും പാർട്ടിയും മുന്നണിയും തന്നിലർപ്പിച്ച വിശ്വാസമാണ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും മുന്നണിയും ഇത്തരത്തിലുള്ള ഒരു ഓഫറിന് മുമ്പിൽ വെക്കുമ്പോൾ, വാഗ്ദാനം ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളത്. ജനങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന അവസരം, അതും എനിക്ക് ഏറെ സുപരിചിതമായ, ഞാൻ കുട്ടിക്കാലം ചെലവഴിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെയുള്ള ഈ നിലമ്പൂരിൽ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെല്ലാം മറികടന്ന് ഏത് രീതിയിൽ ഉള്ള ഒരു വിജയ സാധ്യതയാണ് താങ്കൾ ഈ പ്രചരണരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയപരമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ UDF മുന്നണി അവരുടെ എല്ലാ രീതിയിലുള്ള പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. അന്ന് അൻവർ എന്നൊരു സ്ഥാനാർത്ഥി തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹം 9 വർഷം MLA എന്നുള്ള നിലക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് വരേണ്ടതാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരിട്ട് പോരാട്ടമായതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഭാഗത്തുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം ഭരണമുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് അതിൻ്റെ 3 മണിക്ക് റോഡ് ഷോ ഉണ്ട്. അത് പാർട്ടിയുടെ എല്ലാ അംഗങ്ങളും, മുന്നണിയുടെ എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കും. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, ഏരിയ സെന്റർ അംഗം കക്കാൻ റഹീം, CPI ജില്ലാ കൗൺസിൽ അംഗം PM ബഷീർ, മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, മുൻ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, T ഹരിദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സ്ഥാനാർത്ഥി ചർച്ച നടത്തി. തുടർന്ന് നിലമ്പൂർ ആശുപത്രി റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജില്ലാ ആശുപത്രിയിലുമെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് നിന്നും വഴിക്കടവിലേക്ക് ഷറഫ് അലിയുടെ നേതൃത്വത്തിൽ LDF റോഡ് ഷോ നടത്തും. A+ വിഷൻ, നിലമ്പൂർ.
ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.